എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ബാറ്റിൽ ഫീൽഡ് കാണിക്കും. അവിടെ ഷിക്കമരു ആണെങ്കില് വില്ലന്മാർക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. അപ്പൊ ഒരുപാട് വൈറ്റ് സെറ്റ്സുകള് അവരവിടേക്ക് ഓടിയെത്തും. അവറ്റകളെ കാണുമ്പോൾ തന്നെ ഇപ്പൊ ഷിനോബികൾ തിരിച്ചറിയും. അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ വൈറ്റ് സെറ്റ്സുകളെ അവരങ്ങനെ വെട്ടിയെറിയാണ്. അപ്പോഴാണെങ്കിൽ ഭയങ്കര വെയിലായിരിക്കും. അടുത്ത മിനിറ്റില് മഴ പെയ്യാനായിട്ട് ആരംഭിക്കും. ഷിക്കമരുവിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇത്രയും വെയിലത്ത് ഇതെങ്ങനെ മഴ പെയ്യുന്നു? അവൻ ഒരു സെക്കൻഡ് വണ്ടടിച്ച് ഇപ്പൊ മുകളിലേക്ക് നോക്കി നിൽക്കും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഒരു ചെറിയ പെൺകുട്ടിയെ ഇപ്പൊ ഷിക്കമരു കാണും. അവളാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷിക്കമരുവിന് മനസ്സിലാവും ഇവളും റീആനിമേഷനിലൂടെ ഇവിടേക്ക് എത്തിയ ആരോ ആണെന്ന്. ഷിക്കമരു ഉടനെ ഒരു കത്തിയെടുത്ത് അവൾക്ക് നേരെ വലിച്ചെറിയും. പക്ഷെ അടുത്ത സെക്കൻഡില് ഒരു കൂറ്റൻ വെള്ളച്ചാട്ടം ഇപ്പൊ അവൾ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കും. അതിനുശേഷം അതേ വെള്ളച്ചാട്ടം വമ്പ ഫോഴ്സില് ഇപ്പൊ ഷിക്കമരുവിനെ അട്ടിച്ച് തെറിപ്പിക്കും. കട്ട് ചെയ്താ ഇപ്പൊ മെഡിക്കൽ കാർ ടീമിനെ കാണിക്കും. അപ്പൊ സീനിയർ ഡോക്ടർ ആളൊരു പേഷ്യന്റിനെ ഇപ്പൊ സാക്കുറയുടെ അടുത്തേക്ക് കൊണ്ടുവരും. ഡോക്ടർ പറയും, നീ ഇവരെ ചെക്ക് ചെയ്ത് ആവശ്യമായിട്ടുള്ള മെഡിസിൻ കൊടുക്ക്, ഞാൻ അപ്പോഴേക്കും അടുത്ത ആൾക്കാരെ കൊണ്ടുവരാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവും. സാക്കുറ ഉടനെ ആ ഒരു ഷീറ്റ് അത് മാറ്റും. അപ്പോഴായിരിക്കും അവൾ ഷോക്കാവുക. അതൊരു ഷിനോബി അല്ല, നമ്മൾ നേരത്തെ കണ്ട കരഞ്ഞോണ്ട് നിന്ന അതേ പെൺകുട്ടി. അവൾ മുകളിലേക്ക് കൈ നീട്ടും. അപ്പോൾ ഒരുപാട് മഞ്ഞ് അതങ്ങനെ താഴേക്ക് വീഴാൻ തുടങ്ങും. അവൾ ഓടി വന്ന് ഇപ്പൊ സാക്കുറയുടെ കൈ പിടിച്ച് വമ്പം പാട്ടൊക്കെ പാടി അങ്ങനെ ഡാൻസ് കളിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ നെജിയുടെ ബാറ്റിൽ ഫീൽഡ് കാണിക്കും. അവിടെ ഷിനോബികൾ തമ്മിൽ ഇപ്പൊ പരസ്പരം ഏറ്റുമുട്ടാണ്. അപ്പൊ അവിടേക്ക് കിബ, നെജി, ഷിനോ അവരെല്ലാവരും ഇപ്പൊ പാഞ്ഞെത്തും. അവർക്ക് മനസ്സിലാവും അത് ഷിനോബികളല്ല, വൈറ്റ് സെറ്റ്സുമാണ്. അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ ആ വൈറ്റ് സെറ്റ്സുകളെ അവരെ തല്ലി തല്ലി കൊല്ലും. അപ്പോഴായിരിക്കും കിബയുടെ നേർക്ക് ഒരു ലൈറ്റ്നിങ് ജിപ്സു അങ്ങനെ വരിക. അവനത് ആരായിരിക്കുന്നു പറഞ്ഞ് ഇപ്പൊ ചുറ്റും നോക്കും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് അതേ ചിന്നപ്പെണ്ണ്. അവളെ കണ്ട് കിബ അവളെ തന്നെ നോക്കി നിൽക്കും. ആ പെണ്ണാണെങ്കില് ഇപ്പൊ ഫുൾ കലിപ്പില് ഷിക്കമരുവിനും കിബയ്ക്കും നേരെ ലൈറ്റ്നിങ് ജിപ്സ് വലിച്ചെറിഞ്ഞുകൊണ്ടേയിരിക്കും. കട്ട് ചെയ്താ ഇവിടെ ചോസ ആള് വണ്ടറടിച്ച് ഇപ്പൊ നെജിയെ നോക്കി നിൽക്കാണ്. കാരണം നെജിയുടെ ബോഡിയിൽ മാത്രമാണ് അത്രയും ശക്തിയായിട്ട് മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഉടനെ ചോച്ചി ആളവിടേക്ക് ഓടി വന്ന് ആളുടെ ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ ഷിക്കമരുവെ ആ ഒരു മഴയിൽ നിന്ന് രക്ഷപ്പെടുത്തും. ആക്ച്വലി ഈ പെൺകുട്ടി അവള് 3 ഭാവത്തിലാണ് 3 സ്ഥലത്ത് നിൽക്കുന്നത്. ഒരു സ്ഥലത്ത് കരഞ്ഞുകൊണ്ട്, മറ്റൊരു സ്ഥലത്ത് ചിരിച്ച് വളരെ ഹാപ്പി ആയിട്ട്, മൂന്നാമത്തെ സ്ഥലത്ത് വളരെ ദേഷ്യത്തിലും. ഉടനെ ഷിക്കമരു അവനിപ്പോ അവന്റെ ഷാഡോ ജിപ്സു അതുപയോഗിച്ച് അവളെ ലോക്ക് ചെയ്യും. പക്ഷെ അവളാണെങ്കില് ഇപ്പൊ ഫുൾ സ്ട്രെങ്തില് കരയാനായിട്ട് തുടങ്ങും. ആ ഒരു സ്ട്രെങ്തില് മഴയുടെ ശക്തി കൂടി ചോച്ചിയുടെ ജിപ്സു അത് ബ്രേക്ക് ആവും. ഉടനെ ആ പെൺകുട്ടി അവൾ ടേൺ ചെയ്യും. എന്നിട്ട് ഉറക്കെ വിളിക്കും, ചോച്ചി, ഷിക്കമരു, ഈനോ, ഇത് ഞാനാണെന്ന് പറഞ്ഞ് അവരുടെ 3 പേരുടെയും തലയില് അവളിപ്പൊ ഞൊട്ടും. നമ്മുടെ ആൾക്കാർ 3 പേരും അവർ ഷോക്കായിട്ട് ഇപ്പൊ അവള് വിളിക്കും, യോട്ടാ, ഇത് നീയാണോ? അത് കേട്ട് അവൾ നമ്മുടെ ആൾക്കാരെ നോക്കി ചിരിക്കും. കട്ട് ചെയ്താ ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് ചോച്ചി, ഷിനോ, ഈനോ അവര് 3 പേരും ഇപ്പൊ ഒരു കാട്ടിലാണ്. ചോച്ചി പറയും, എന്റെ കത്തി അതെവിടെയാണ് വീണത്? ഇപ്പൊ അത് കാണാനില്ല, ആരോ അത് അടിച്ചു മാറ്റി. ആ ഒരു കത്തി അതെനിക്ക് എന്റെ അമ്മ ഗിഫ്റ്റ് ചെയ്തതാണ്. ഉടനെ ചോച്ചി, ഷിനോ, ഉടനെ ഈനോയും ഷിനോയും അവർ 2 പേരും ചേർന്ന് ആ കത്തി അന്വേഷിക്കാൻ തുടങ്ങും. അപ്പോഴാണെങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് മഴ പെയ്യാൻ തുടങ്ങും. ഷിക്കമരു ഷോക്കാവും, ഇതെങ്ങനെ ഈ സമയത്ത് മഴ പെയ്യുന്നേ? അപ്പൊ അവർക്ക് അടുത്തായിട്ട് ആരോ കരയുന്ന സൗണ്ട് കൂടെ അവർ കേൾക്കും. അവർ ചുറ്റും നോക്കും. അപ്പൊ ആ ഒരു യോട്ട പെണ്ണ് അവളിപ്പോ ചോച്ചിയുടെ കത്തി കൊണ്ട് ഒരു മരത്തില് അങ്ങനെ തൂങ്ങിക്കിടക്കാണ്. ഉടനെ ഷിക്കമരുവും ചോച്ചിയും അവർ 2 പേരും അവളെ രക്ഷപ്പെടുത്താനായിട്ട് ആ മരം വലിഞ്ഞു കയറും. പക്ഷെ അപ്പോഴേക്കും ആ മരം ഒടിഞ്ഞ് അങ്ങനെ താഴെ വീഴും. യോട്ടോ സേഫായി താഴെ എത്തുമ്പോ അവള് ഹാപ്പി ആയിട്ട് ചിരിക്കും. ഉടനെ ആ ഒരു മഴയും അവിടുന്ന് മാഞ്ഞു പോവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. നമ്മുടെ ആൾക്കാര് ആ സ്റ്റോറി എല്ലാം ഓർത്ത് യോട്ടോ പെണ്ണിനെ നോക്കി അങ്ങനെ ഹായ് ആയിട്ട് ഇരിക്കുകയാണ്. ഷിക്കമരു യോട്ടോട് ചോദിക്കും, നിനക്കൊരു കാര്യം അറിയോ? ആക്ച്വലി നിന്നെ ആരോ ഒരാള് റീആനിമേഷൻ ജിപ്സു അതുപയോഗിച്ചാണ് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അത് കേട്ട് അവള് ഷോക്കായി ഇപ്പൊ വീണ്ടും കൂടുതൽ ശക്തിയിൽ കരയാൻ തുടങ്ങും. അവളുടെ ആ ഒരു കരച്ചിലിന്റെ പവറില് വലിയൊരു വാട്ടർഫോൾസ് അത് നമ്മുടെ 3 ആൾക്കാരെയും അങ്ങനെ ഇടിച്ചു തെറിപ്പിച്ച് ദൂരേക്ക് കൊണ്ടുപോകും. ചോച്ചി നിലവിളിച്ച് പറയും, യോട്ടോ സ്റ്റോപ്പ്, നീ ഇങ്ങനെ കരഞ്ഞ ഉറപ്പായിട്ടും ഇനി ഒരുപാട് പവറില് മഴ പെയ്തുകൊണ്ടേയിരിക്കും. ഷിക്കമരു പറയും, ഇത് അവളായിട്ട് കരയുന്നതല്ല, അവളെ ആരോ കൺട്രോൾ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പൊ വീണ്ടും ഇപ്പൊ ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് ആ ചിന്ന പെണ്ണ് പറയും, എന്റെ പേര് യോട്ടോ, നിങ്ങൾ കരുതും പോലെ
ഞാനൊരു പെൺകുട്ടിയല്ല. ഐ ആം എ കോംപ്ലാൻ ബോയ്. ഞാനൊരു ആൺകുട്ടിയാണ്. അത് കേട്ട് നമ്മുടെ ആൾക്കാര് ഇപ്പൊ ഷോക്കാവും. അവൻ പറയും എല്ലാ നേഷൻസും എന്റേതാണ്. പക്ഷെ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം അത് നോവേറാണ്. നമ്മുടെ കൂട്ടുകാർക്ക് നല്ല അടിപൊളി സിനിമകൾ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ. ഒരുപാട് നല്ല നല്ല മൂവീസ് ഒക്കെ ഉണ്ടായിരുന്ന മല്ലു ഡബ്ഡ് ചാനൽ അത് നമുക്ക് നഷ്ടമായി. പക്ഷെ കൂട്ടുകാരും വിഷമിക്കണ്ട. മല്ലു ഡബ്ഡ് എന്ന ചാനലിന്റെ പേരിൽ തന്നെ ഇപ്പൊ പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അതിൽ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർവൽ മൂവീസ് അതൊന്നൊന്നായി ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും എന്റെ സ്വത്ത് കുട്ടികള് നമ്മുടെ പുതിയ മൂവി ചാനലായ മല്ലു ഡബ്ഡ് നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ചെയ്യണം. അവള് പറയുന്നത് കേട്ട് ഭയങ്കര കൺഫ്യൂഷൻ ആവും. ഈനോ ചോദിക്കും നമ്മൾ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇവളെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയാലോ? മാസ്റ്ററിനോടോ ആരോടെങ്കിലും ഇവളെ കുറിച്ച് പറഞ്ഞാലോ? അതിന് ചോദിച്ചു പറയും, അയ്യോ വേണ്ട വേണ്ട, ഇതുപോലെ ആരെങ്കിലും സസ്പീഷ്യസ് ആയി ഗ്രാമത്തിലേക്ക് വന്നാ പിന്നെ എല്ലാവരും ചേർന്ന് ചോദ്യം ചെയ്ത് കാര്യങ്ങൾ അന്വേഷിച്ച് പിന്നീട് അത് വലിയ കുഴപ്പത്തിലെത്തും. യോട്ടയ്ക്കാണെങ്കിൽ ചോച്ചിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. യോട്ട ഇപ്പോ ചോച്ചിയെ കളിയാക്കി വിളിക്കാൻ തുടങ്ങും ഉണ്ടപ്പൻ. അതിന് ചോച്ചി ദേഷ്യപ്പെട്ട് പറയും, ഞാൻ ഉണ്ടപ്പനൊന്നും അല്ല, എന്നെ അങ്ങനെ വിളിക്കണ്ട. പക്ഷെ അവനാണെങ്കിൽ ഇപ്പൊ ചോച്ചിയെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. നീ ഉണ്ടപ്പൻ തന്നെയാണ്, ഉണ്ടപ്പൻ ചക്കൻ, ഉണ്ടപ്പൻ ചക്കൻ എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും. ചോച്ചിക്ക് കലി കയറി അവനെ ഇടിക്കാൻ വരും. അവനിപ്പോ രക്ഷിക്കടാ എന്ന് നിലവിളിച്ച് മുൻപോട്ട് ഓടും. പക്ഷെ കുറച്ചു ദൂരം ഓടിക്കഴിയുമ്പോ അവൻ അങ്ങനെ തളർന്ന് താഴെ വീഴും. ചോദിക്കും എന്തു പറ്റി? അവൻ ഒരുപാട് വിഷമത്തിൽ പറയും, ഞാൻ ഫുഡ് കഴിച്ചിട്ട് കുറെ ദിവസമായി, എന്റെ വയറ് അത് എംറ്റിയാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്ക് കുറച്ച് ഫുഡ് തരുമോ? എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ആൾക്കാര് ചിപ്സ്, പൊട്ടറ്റോ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവന് കഴിക്കാനായിട്ട് അവിടേക്ക് കൊണ്ടുവരും. അവനാണെങ്കിൽ അതൊക്കെ കണ്ട് വയറും മനസ്സും ഒരുപോലെ നിറയും. എന്നിട്ട് വീണ്ടും വീണ്ടും നമ്മുടെ ആൾക്കാരോട് ഇനി ഫുഡ് കൊണ്ടുപോവാ, ഇനി സ്നാക്സ് കൊണ്ടുപോവാ, എനിക്കിതൊക്കെ ഒരുപാട് ഇഷ്ടമായി. അതിന് ഷിക്കവര് പറയും, അയ്യോ ഇനിയില്ല, ഇത് ഞങ്ങൾ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാ, ഇതിൽ കൂടുതൽ ഫുഡൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷെ അവനാണെങ്കിൽ ഇപ്പൊ വാശിയിൽ പറയും, എനിക്ക് ഇനി ഫുഡ് വേണം, മര്യാദയ്ക്ക് എനിക്ക് ഫുഡ് താ. ഈനോയ്ക്ക് കലി കയറി അവന്റെ തലയ്ക്ക് ഒരൊറ്റ ഇടി വെച്ച് കൊടുക്കും. അതിൽ സങ്കടം കയറി അവൻ പൊട്ടിക്കരയാൻ തുടങ്ങും. അവൻ കരയുമ്പോ അവിടെ മുഴുവൻ ഇപ്പൊ മഴ പെയ്യാനായിട്ട് ആരംഭിക്കും. മാത്രമല്ല ഈനോടെ നേർക്ക് നല്ല ഫോഴ്സില് വെള്ളം അങ്ങനെ അടിച്ചു വീഴാണ്. അവന്റെ കരച്ചിൽ കണ്ട് ഇപ്പൊ നമ്മുടെ ചെക്കന്മാരും കരയാനായിട്ട് ആരംഭിക്കും. ഈനോ ചോദിക്കും, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തു പറ്റി? വട്ടാണോ? അവരാണെങ്കിൽ ഒന്നും വേണ്ടില്ല, വീണ്ടും അവന്റെ കൂടെ തന്നെ കരയും. അപ്പൊ അവർക്ക് മനസ്സിലാവും ഇവള് കരഞ്ഞതുകൊണ്ടാണ് നേരത്തെയും ഇപ്പോഴും മഴ പെയ്യുന്നത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. പ്രസന്റിലും അവൾ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ചോച്ചി ഏനോയും ഒരുപാട് തവണ അവളോട് കരച്ചിൽ നിർത്താൻ പറയും. പക്ഷെ അവളെ കൊണ്ടാണെങ്കിൽ അതിന് കഴിയില്ല. പക്ഷെ അവനെ കൊണ്ടാണെങ്കിൽ കരച്ചിൽ നിർത്താനായിട്ട് കഴിയില്ല. ഷിക്കമൂര് പറയും, അവനെ ആരോ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അവന് കരച്ചിൽ നിർത്താൻ കഴിയാത്തത്. കട്ട് ചെയ്താ ഇവിടെ സാക്കുറെ കാണിക്കും. യോട്ടോ ആണെങ്കിൽ അവിടെ ചിരിച്ച് ചിരിച്ച് വലിയൊരു മഞ്ഞു മല തന്നെ ക്രിയേറ്റ് ചെയ്യും. സാക്കുറ ഉടനെ ആ മഞ്ഞുമല അത് ഇടിച്ചു നിരത്തും. എന്നിട്ട് അവനോട് നിലവിളിച്ചു പറയും, യോട്ടോ മര്യാദയ്ക്ക് ഞാൻ പറയുന്ന കേക്ക്, നീ ഇത് നിർത്ത്. പക്ഷെ യോട്ടോയ്ക്ക് അതും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അക്കാദമി ടൈമില് ഇപ്പൊ സാക്കുറ അവളിപ്പോ സാസുകെ അന്വേഷിച്ച് വരികയാണ്. സാസുക ആണെങ്കിൽ ഒരു റൈസ് ബോൾ ഒക്കെ തിന്ന് അങ്ങനെ ഹായായിട്ട് നിൽക്കുകയാണ്. സാസുകയുടെ പിന്നാലെ പോയി അവനെ വായി നോക്കി നിൽക്കുമ്പോഴായിരിക്കും ഈനോ, ഷിക്കമൊരു, ചോച്ചി അവര് മൂന്ന് പേരും ആരുടെയൊക്കെ പാത്രത്തിൽ നിന്ന് ഫുഡ് മോഷ്ടിക്കുന്ന കാണുക. ആക്ച്വലി അവര് മൂന്ന് പേരും യോട്ടോയ്ക്ക് വേണ്ടി ഫുഡ് കളക്ട് ചെയ്യാണ്. അവരാ ഫുഡുമായിട്ട് ഇപ്പൊ അവനെ തേടി കാട്ടിലേക്ക് എത്തും. അവനാണെങ്കിൽ ഒരു ടെന്റൊക്കെ ഉണ്ടാക്കി ഇപ്പൊ ഹാപ്പി ആയിട്ട് കാട്ടിൽ താമസിക്കുകയാണ്. സാക്കുറ ആണെങ്കിൽ അവരെ മൂന്ന് പേരെ ഫോളോ ചെയ്ത് ഇപ്പൊ അവിടേക്ക് എത്തും. യോട്ടോ ഹാപ്പി ആയിട്ട് ഇപ്പൊ പുറത്തേക്ക് വരും. പക്ഷെ ലോങ് ഷോട്ടിൽ നിൽക്കുന്ന സാക്കുറയെ അവൻ കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. അവൻ സാക്കുറയെ ചൂണ്ടിക്കാണിച്ച് അതാരാണെന്ന് ചോദിക്കും. അതിന് ചോദിച്ചു പറയും, ഓ അവളോ, അവള് മറ്റാരുമല്ല, ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആണ്, പേര് സാക്കുറ. സാക്കുറയാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ്. പക്ഷെ യോട്ടച്ചക്കൻ അവനിപ്പോ അവളുടെ ചുറ്റും ഓടി സന്തോഷത്തില് തുള്ളിച്ചാടിക്കൊണ്ടേയിരിക്കും. അപ്പോഴാണ് ആദ്യമായിട്ട്
മഞ്ഞ് പെയ്യാൻ തുടങ്ങിയത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. പ്രസന്റിലും യോട്ട അവൻ അങ്ങനെ തുള്ളിച്ചാടി സന്തോഷിച്ച് നടക്കുകയാണ്. അവന്റെ ഹാപ്പിനെസ് അത് കൂടുന്തോറും മഞ്ഞ് വീഴ്ചയും ഡബിൾ ഇരട്ടിയായി മാറും. ഇവിടെ ഷിക്കമരുവിന്റെ അടുത്ത് യോട്ട അവൻ പൊട്ടിക്കരയാണ്. അവിടെയാണെങ്കിൽ നല്ല ഫോഴ്സിൽ മഴ പെയ്തുകൊണ്ടേയിരിക്കും. കിബയ്ക്ക് നേരെ അവൻ ദേഷ്യപ്പെട്ട് ലൈറ്റ്നിങ് ജിപ്സു അത് ഉപയോഗിച്ച് കൊണ്ടേയിരിക്കും. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് നമ്മുടെ കുട്ടപ്പൻ അവനിപ്പോ ഓരോ ഭാഗത്തൂടെ കടന്നു പോവും. അപ്പൊ കുട്ടപ്പൻ കാണും ഒരു സ്ഥലത്ത് ലൈറ്റ്നിങ്, മറ്റൊരു സ്ഥലത്ത് നല്ല മഴ, വേറൊരു സ്ഥലത്ത് കനത്ത മഞ്ഞ് വീഴ്ച. ഇവിടെ എന്താ സംഭവിക്കണേന്ന് ആലോചിച്ച് കുട്ടപ്പൻ വണ്ടടിച്ച് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.